ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ദിവസം അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേച്ച് കുളിച്ചൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ അമ്മ ചൂലൊഴിയാൻ ഇരിക്കുകയാണ്. ചൂലൊഴിയാണ്. നമുക്ക് മിറ്റടിക്കാനായിട്ട് ചൂല് ഇല്ല കേട്ടോ. അപ്പോൾ മിറ്റടിക്കാൻ ചൂലില്ലാത്ത കാരണം അമ്മ ഉണങ്ങിയ പട്ട എടുത്തു കൊണ്ടുവന്നിട്ട് ചൂലുണ്ടാക്കുന്നതാണ്, മിറ്റടിക്കാനായിട്ടുള്ള ചൂലുണ്ടാക്കുന്നതാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഓല കൊണ്ട് കെട്ടി അടുപ്പിൻ്റെ അവിടെ കൊണ്ടുവച്ച് വന്നു കഴിഞ്ഞിട്ട് കത്തി എടുത്തിട്ട് അതിൻ്റെ തുമ്പ് വെട്ടിക്കളയാണ് കേട്ടോ. നമുക്ക് മിറ്റടിക്കാനുള്ളതല്ലേ, അപ്പോൾ തുമ്പ് വേണ്ടല്ലോ, തുമ്പുണ്ടായി മിറ്റടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ തുമ്പ് വെട്ടിക്കളയണതാണ്. അപ്പം ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടി വേണം. പക്ഷെ ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെ ചൂലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് പോയിട്ട് നമ്മുടെ കിടക്കവിരിയൊക്കെ ഒന്ന് വിരിച്ചിടാണ്. കുടഞ്ഞ് വിരിക്കുകയാണ്. തലോണയൊക്കെ കുടഞ്ഞ് അവിടെ തട്ടിക്കുടഞ്ഞ് അവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് പുതപ്പ് എടുത്ത് മടക്കി വെച്ച് എല്ലാം വിരിച്ചിടാണ് കേട്ടോ. അതൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ കറി വയ്ക്കാനായിട്ട് വന്നു. കറി എന്താ വയ്ക്കുക എന്നിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ സാമ്പാർ വയ്ക്കാമെന്ന് വിചാരിച്ചു. പൊടികളൊന്നും ഇടുന്നില്ല, നമ്മൾ സാമ്പാർ പൊടി മാത്രം ഇട്ടിട്ടുള്ള ഈസി ആയിട്ട് സിമ്പിളായിട്ട് വയ്ക്കാൻ പറ്റുന്ന സാമ്പാറാണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. പച്ചക്കായ, നേന്ത്രക്കായ ഉണ്ടായിരുന്നു. നേന്ത്രക്കായ, വെണ്ടക്കായ, മുരിങ്ങക്കായ, തക്കാളി, അങ്ങനത്തെ കുറച്ച് കഷ്ണങ്ങളൊക്കെ എടുത്ത് അരിഞ്ഞ് കഴുകി ഒരു പാത്രത്തിൽ കലത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. അത് വെന്ത് വന്ന് കഴിഞ്ഞപ്പോൾ പുളി പിഴിഞ്ഞൊഴിച്ച് അതിലേക്ക് കുറച്ച് സാമ്പാർ പൊടി ഇട്ട് അതൊന്ന് തിളപ്പിച്ച് ഒരു ചെറിയ കഷ്ണം പുളി ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ഇട്ടു. ശർക്കര ഇടുമ്പോൾ സാമ്പാറിൽ പ്രത്യേക ടേസ്റ്റ് ആയിട്ടാണ്, മധുരം കൂടി വരുമ്പോൾ. അപ്പോൾ അതിട്ട് അതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞ് ശർക്കരയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ചീഞ്ചട്ടി കയറ്റി വെച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ കടുക് പൊട്ടിക്കഴിഞ്ഞപ്പോൾ കറി അതിലേക്ക് ഒഴിച്ചു കേട്ടോ. ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ച് തിളപ്പിച്ച് അത് ആ കലത്തിലേക്ക് കറി വെച്ച കലത്തിലേക്ക് തന്നെ വാങ്ങി മാറ്റി വെച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അകവും മിറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അകമൊക്കെ ഒന്ന് അടിച്ചു വാരാണ്. അകം അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മിറ്റം അടിക്കാനായിട്ട് വന്നു. മിറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കട്ട വിരിച്ച ഭാഗമുണ്ടല്ലോ, വീടിൻ്റെ ഫ്രണ്ട് ഗേറ്റിൻ്റെ അവിടെയൊക്കെ ഒന്ന് അടിച്ച് കളയാണ്. അത്യാവശ്യം കരടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ചവിട്ടിയുമ്പോൾ നിറയെ പൊടിയിട്ട എല്ലാവരും പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞിട്ടായാലും മിറ്റത്തേക്ക് ഇറങ്ങുമ്പോഴൊക്കെ ആയാലും അകത്തേക്ക് കയറുമ്പോൾ ചവിട്ടി തേക്കണത് ഈ ചവിട്ടിമഴയല്ല, കാലമൊക്കെ തുടയ്ക്കണതൊക്കെ ഈ ചവിട്ടിമഴയാണല്ലോ. അപ്പോൾ അങ്ങനെ നിറയെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് തട്ടിക്കുടയാന്ന് വിചാരിച്ചു. ചുമ്മാ തട്ടിക്കുടഞ്ഞാൽ പോരാ, വെറുതെ ചൂലുകൊണ്ട് ഇങ്ങനെ ഇട്ടാക്കി കഴിഞ്ഞാൽ അത് പോവില്ലല്ലോ. അപ്പോൾ മറ്റേ മതിലുമ്മ കൊണ്ടുപോയിട്ട് മതിലുമിട്ട് ഇങ്ങനെ തട്ടി അലക്കണ പോലെ ഇങ്ങനെ തട്ടി അത് പൊടികൾ, ചവിട്ടിയുമുള്ള പൊടികളൊക്കെ കളയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചവിട്ടിമലത്തെ പൊടിയൊക്കെ അങ്ങനെ തട്ടി കളയാറുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം മധുരമിട്ട് അങ്ങനെ ആക്കി അതുപോലത്തെ പൊടിയും ഒക്കെ കളഞ്ഞിട്ടുണ്ട്. പൊടിയൊക്കെ കളഞ്ഞ് അത് അവിടെ തന്നെ കൊണ്ട് വിരിച്ചൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചത് കേട്ടോ. രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു ഉച്ചയായി കാണും. ഉച്ചയ്ക്ക് 1 മണിയായിട്ടുണ്ട് ഈ സമയം. അപ്പോൾ ഉച്ചയ്ക്ക് വൈകുന്നേരം രാവിലെ പലഹാരമൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി ഒരു നാഴി അരി അങ്ങനെ ഇട്ടിട്ട് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ച് വച്ചു. അത് മുങ്ങി നിൽക്കണത്ര വെള്ളം ഒഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അത് വെള്ളം ഒഴിച്ചിട്ട് കഴിഞ്ഞ് വന്നിട്ട് നോക്കിയപ്പോൾ നാളികേരം അവിടെ വീണ് കിടക്കണ്ടായിരുന്നു പറമ്പിൽ അപ്പുറത്ത്. അപ്പോൾ അലക്ക് കല്ല് ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഉള്ളത്, അവിടെ വീണ് കിടക്കണ്ടായിരുന്നു. അപ്പോൾ അത് പോയി എടുത്തു കൊണ്ടുവന്നു. കുലുക്കിയൊക്കെ നോക്കി, കുലുങ്ങണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ലതാണെന്ന് തോന്നി. അപ്പോൾ അത് അവിടെ അപ്പുറത്ത് കൊണ്ടിട്ടു കേട്ടോ. നാളികേരമൊക്കെ എടുത്ത് അപ്പുറത്ത് കൊണ്ട് ഇടാനായിട്ട് പോയി വന്നപ്പോഴേക്കും നല്ല മഴക്കാരും വെച്ചു. നല്ല കാറ്റും വന്നു കേട്ടോ. രാവിലെ അത്യാവശ്യം മഴ പെയ്തായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു, എന്നാൽ മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നാളികേരമൊക്കെ എടുത്തുകൊണ്ട് അപ്പുറത്തിട്ട് കഴിഞ്ഞിട്ട് പോയി ഉച്ചയ്ക്കെടുത്ത ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ചോറും സാമ്പാറും കഴിച്ചു. പിന്നെ പപ്പടം ചുട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ചുടണതാണ് കേട്ടോ ഇഷ്ടം, കാച്ചണേക്കാളും ഇഷ്ടം പപ്പടം ചുട്ട് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ വാങ്ങി വെച്ച അപ്പം തന്നെ പപ്പടം ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുറ്റത്തൊക്കെ ഒന്ന് വന്നിരുന്നു കേട്ടോ. ക്യാമറയിൽ കാണണ്ടോന്ന് നോക്കിയതാണ് കേട്ടോ അത്. കുറച്ച് നേരം അങ്ങനെ അവിടെ സ്റ്റെപ്പുമ്പോൾ വന്ന് അമ്മ അവിടെ
നിൽക്കണ്ടായിരുന്നു. അപ്പോൾ അമ്മോട് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ഇരുന്നു കേട്ടോ. ഇന്നങ്ങനെ ഭയങ്കരമായിട്ട് ധൃതിയൊന്നും പിടിക്കാണ്ട് വളരെയധികം കുറച്ചൊക്കെ റിലാക്സ് ആയിട്ട് ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പണികളൊക്കെ ചെയ്തത്. അത്ര അധികം പണികളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ദിവസം. അപ്പോൾ ഇന്ന് എന്തായാലും കുറച്ച് നേരമൊക്കെ റിലാക്സ് ഒക്കെ ചെയ്തൊന്നിരുന്നിട്ട് പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് നേരം പണിയെടുക്കും, പിന്നെ കുറച്ച് നേരം ഇരിക്കും, അങ്ങനെ ഒക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെ തന്നെയാണ് കേട്ടോ ഇന്ന് പണികളൊക്കെ ചെയ്തത്. ഒന്നും അങ്ങനെ ആലോചിച്ചിരിക്കണതൊന്നുമല്ല, റോട്ടിലേക്ക് നോക്കി ഇരിക്കണതാണ് കേട്ടോ. റോട്ടിൽ കൂടെ വണ്ടികൾ പോണതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കണതാണ് കേട്ടോ ഇത്. അങ്ങനെ തോട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. തോട്ടി ഉണ്ടായിരുന്നു, അത് ഒടിഞ്ഞു പോയി. അപ്പോൾ ഒടിഞ്ഞു പോയപ്പോൾ വേറെ തോട്ടി ഉണ്ടാക്കാനായിട്ട് അവിടെ കോല് കിടക്കണ്ടായിരുന്നു, വടി കിടക്കണ്ടായിരുന്നു, നല്ല നീളമുള്ളത്. അപ്പോൾ അത് എടുത്തുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്തു തോട്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് അമ്മ തോട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനിടയ്ക്ക് തോട്ടിമേ കെട്ടാനുള്ള ചരട് വള്ളി ഒക്കെ ഞാനെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു തോട്ടി ഉണ്ടാക്കൽ അപാരതയാണ് ആ കാണുന്നത്. ജാതിക്കായ പൊട്ടിക്കണമെങ്കിൽ തോട്ടി വേണമല്ലോ. ജാതിക്കായ അത്ര അധികമൊന്നുമില്ല കേട്ടോ, കഴിഞ്ഞപ്പോൾ തുടങ്ങി. അപ്പോൾ അധികമൊന്നുമില്ല, അപ്പോൾ ഉള്ളത് പൊട്ടിക്കാനായിട്ട് നമുക്ക് എന്തായാലും തോട്ടി അത്യാവശ്യമാണല്ലോ. അപ്പോൾ അങ്ങനെ തോട്ടി ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ തോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞായിരുന്നു കേട്ടോ. തോട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് അമ്മ പൊട്ടിക്കാനായിട്ട് പോയി. അതൊക്കെ പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കുതിർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6 മണിയായപ്പോഴാണ് കേട്ടോ ഈ ഉണ്ടാക്കാനായിട്ട് വന്നത്. അതിൽ വേറെ ഒന്നും ചേർത്തില്ല, അരി മാത്രം വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് ദോശക്കല്ലിലിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ടാണ് ഇതുപോലെ ഉണ്ടാക്കിയത് കേട്ടോ. ശരിയാവുന്നൊന്നും ഒരു ഉറപ്പുണ്ടായിരുന്നില്ല ദോശ. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് ഉണ്ടാക്കുന്നതൊന്നും കാണിച്ചില്ല. ചിലപ്പോൾ ഉണ്ടാക്കണതിൻ്റെ ഇടയ്ക്ക് ശരിയായില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയതെങ്കിലും ശരിയായിട്ട് വന്നു കേട്ടോ. ശരിക്കും ദോശയായിട്ട് തന്നെ കിട്ടി. നല്ല സോഫ്റ്റായിരുന്നു കേട്ടോ, സോഫ്റ്റായിട്ട് കിട്ടി. കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല, വെറുതെ അരി മാത്രം. അരി വെള്ളത്തിലിട്ടിട്ട് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ട് ദോശ പോലെ ചുട്ടെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദോശയൊക്കെ ആയി വന്നിട്ടുണ്ട്. ദോശയൊക്കെ ആയി വന്ന് കഴിഞ്ഞപ്പോൾ അത് രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതും സാമ്പാറും കൂട്ടി കഴിച്ചു കേട്ടോ, ചായ കുടിച്ചു. അപ്പോഴേക്കും രാത്രി 7 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയി. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളും പണികളും ഒക്കെ. ഇതേ കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ദോശ. അത്ര അധികം അങ്ങോട്ട് മൊരിയിക്കാനായിട്ട് നിന്നില്ല. അധികം മൊരിയണേക്കാളും ടേസ്റ്റായിട്ട് തോന്നിയത് അത്ര അങ്ങോട്ട് മൊരിയാണ്ട് എടുക്കുന്നതാണ് കേട്ടോ എനിക്ക് ടേസ്റ്റ് തോന്നിയത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ഇന്നത്തെ പണികളും വിശേഷങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്ന അറിയാം, എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.